കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു. ആ തിരുമുഖം ഏത് രൂപത്തിലാണ് ഇന്ന് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാനായിട്ട് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി ഗണേശനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നാളികേരം മുട്ടറക്കേണ്ട ആളുകൾക്കൊക്കെ മുട്ടറക്കാം. അതൊക്കെ കഴിഞ്ഞ് നേരെ നമുക്ക് ഗോപുര നട വഴി അകത്തേക്ക് പ്രവേശിക്കാം. ഇന്ന് ചൊവ്വാഴ്ചയാണ്, തൃശ്ശൂർ പൂരമാണ്, തിരക്ക് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഇന്നും അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ്. എല്ലാ ചൊവ്വാഴ്ചകളേക്കാളും ഉപരിയായി ഒരുപാട് തിരക്ക് കൂടുതലാണ്. 2 മണിക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് 2 മണി ക്ലോസ് ചെയ്തു. പക്ഷേ 2:10 2:15 ആയി കഴിഞ്ഞപ്പോൾ ഇനി 3:30 വീണ്ടും തുറക്കും. ഗുരുവായൂരപ്പന് ഉറങ്ങാൻ നേരമില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ ഭക്തരുടെ സങ്കടങ്ങൾ കേട്ട് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. രാത്രി അതിൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആ വാതിൽപ്പടി കയറി അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീലകത്തെ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ എത്തും. അങ്ങനെ നമ്മൾ ഇടത് വശത്തുള്ള മേൽപ്പത്തൂരിനെ, ആ പീഠം കാണാൻ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. വലതുവശത്തെ തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാൽവളകൾ കാണാനുണ്ട്. 2 കാലും ഇങ്ങനെ പിണച്ച് വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ പിണച്ച് വെച്ച് നല്ല പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത്, മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് അരമണി ഇങ്ങനെ കാണുന്നു. നല്ല വലിയ വീതിയുള്ള അരമണി കിങ്ങിണിയാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കഴുത്തിൽ ഒരു വളയം പോലത്തെ മാലയുണ്ട്, ഒരു മാങ്ങാമാലയുണ്ട് സ്വർണ്ണത്തിൻ്റെ. പിന്നെ 2 കൈകളിലും നോക്കുമ്പോഴോ 2 കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. 2 കൈ കൊണ്ടും പൊന്നോടക്കുഴലിങ്ങനെ വിളിക്കുകയാണ് ആ മുരളീധര രൂപം, വേണുഗോപാല രൂപം. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച. അങ്ങനെ മുഖത്ത് നോക്കുമ്പോൾ എന്താ പറയുക, തൃക്കാൽ പിണച്ചു വെച്ച് കൈ 2ഉം പൊന്നോടക്കുഴൽ ഊതിക്കൊണ്ട് ആ തിരുമുഖ കമലം ദക്ഷിണയെ ചാച്ചു വെച്ചൊക്കെയാണ്. നല്ല രസമായിട്ട് എൻ്റെ ഭക്തരെയൊക്കെ ഞാൻ കാണട്ടെ, എല്ലാവരും എന്നെ കണ്ടോട്ടെ എന്നുള്ള ആ ഒരു കാഴ്ചയിലാണ് ഭഗവാൻ നിൽക്കുന്നത്. തിരുമുഖത്ത് നല്ലൊരു ഗോപീ തിലകം വെച്ചിട്ടുണ്ട്. പിന്നെ തിരുമുടി മാലകളുണ്ട്. നല്ല പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ട് കളഭം കൊണ്ട് പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാലകൾ വെളുത്ത പൂവും തുളസിപ്പൂവും തെച്ചിയായിട്ടുള്ള അതേപോലത്തെ 2 എണ്ണമാണ് ചാർത്തിയിട്ടുള്ളത്. പിന്നെ ഉണ്ടമാലകളുണ്ട്, വെളുത്ത പൂവും തെച്ചിയും ഒന്ന്, വെളുത്ത പൂവും തുളസിയും തെച്ചിയും കൂടി ഉള്ളതൊന്നും. അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്. നല്ല കാഴ്ച, മനോഹരമായൊരു കാഴ്ചയാണ്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് മുന്നൂലം ഭവനോദിക്കനാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ചാർത്ത്, കളഭച്ചാർത്ത്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ വന്നിട്ട് കണ്ടോളൂ, പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഇപ്പോൾ ശ്രീലകത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ് എന്ന് ആദ്യം ഞങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. വീട്ടിലിരുന്നവരും വരാൻ പറ്റാത്തവരും വന്നവരും ഒക്കെ ആ ഒരു ചിന്തയിൽ ഇപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുഖത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് എത്തും. അങ്ങനെ ആ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് വരുമ്പോൾ ആദ്യം തന്നെ ആ അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴും. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുക. അത് കഴിഞ്ഞാൽ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക, വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. വിഘ്നേശ്വരൻ്റെ അവിടെ നിന്ന് കളഭം കൊണ്ട് ആ ചന്ദനം കൊണ്ടുള്ള ചാർത്തൊക്കെ ആയി നല്ല വലിയ വീതിയിലാണ് ചാർത്തിയിട്ടുള്ളത്. നിറയെ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. അതിനുശേഷം പ്രാർത്ഥിക്കുക.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ അവിടെ 3 മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. സരസ്വതി ദേവിനെ കണ്ടു തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് കണ്ട് തൊഴുത് നേരെ കോർണറിലെത്തിയ ചെറിയ ഗണപതിനെ കാണാം. അതൊക്കെ കണ്ട് തൊഴുക. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുക. അതിനുശേഷം ആ മേൽശാന്തി ഇരിക്കുന്ന സ്ഥലത്ത് ആ ഭവനോദിക്കനിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദം ഉണ്ടെങ്കിൽ അത് വാങ്ങാം. അല്ലാത്തവർക്കും പ്രസാദം അവിടുന്ന് കിട്ടും. അപ്പോൾ അത് വാങ്ങാം. അതിനുശേഷം വാമനാവതാരം കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള അതൊക്കെ കണ്ട് വാമനാവതാരം കാണാം. പിന്നെ ഗജേന്ദ്ര മോക്ഷം കാണാം. അത് കഴിഞ്ഞാൽ നേരെ ഗരുഡധ്വജനെ കാണാം. ഒക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അവിടെ വന്നാൽ നിറയെ തുളസിമാല ഇങ്ങനെ അണിഞ്ഞ് കാത്തിരിക്കുകയാണ് നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ അവിടെ വന്ന് തൊഴാം. അതൊക്കെ കഴിഞ്ഞ് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുക. വേണ്ട സമയം പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ ശ്രീരാമചന്ദ്രനെയും ബലരാമനെയും അതേപോലെ ഭാർഗവരാമനെയും ഒക്കെ കണ്ട് ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുക. കൃഷ്ണൻ്റെ അവിടെയും വന്ന് തൊഴുക. മുരുകൻ്റെ അവിടെ ഭസ്മാഭിഷേകം കഴിഞ്ഞിരിക്കണം. അപ്പോൾ അത് കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ഒരു ചെറിയൊരു പൂക്കൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെ വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഓവിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാട്ടെ ഭാഗത്തേക്ക് നോക്കിയാൽ ചുമരിൻ്റെ മുകളിലുള്ള ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് ഗ്രില്ലിൻ്റെ അവിടെ വന്ന കിഴക്ക് വശത്ത് ഗ്രില്ലിൻ്റെ അവിടെ വന്ന മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ ആ നൃത്താറയിലേക്ക് നോക്കിയാൽ കിടാവിളക്ക് കത്തിരിക്കണു, അത് കണ്ട് തൊഴാം. കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ അതിലേ ഇങ്ങോട്ട് വരുമ്പോൾ വടക്കേ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും കൃഷ്ണാട്ടത്തിൻ്റെ രൂപവും അതേപോലെ വസുദേവരെയും അനന്തൻ കുട പിടിച്ചിങ്ങനെ പോകണ ആ ശില്പമാണ് കാണാനുള്ളത്. അതൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. അവിടെ വന്നിട്ട് ഭഗവതിയെ കാത്തിരിക്കുക. ഭഗവതി നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഭഗവതിയുടെ അടുത്ത് വരിക. ഭഗവതി ആടയാഭരണങ്ങളൊക്കെ ഇട്ടാണ് ഇങ്ങനെ പുറകു വശത്ത് നീല കളറിലുള്ള പട്ടിങ്ങനെ ഉണ്ട്. ചുവന്ന പട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല 2 വലിയ നെക്ലസ് മാലയൊക്കെ ചാർത്തിയിട്ടാണ് ഭക്തരെ എല്ലാവരും അനുഗ്രഹിക്കുക. നിറയെ പൂക്കളുമുണ്ട്. അർച്ചന കഴിഞ്ഞിട്ട് ധാരാളം പേര് അർച്ചന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മമ്മിയൂരപ്പനെ കാണാനായിട്ട് ആ കോർണറിൽ വന്ന് തൊഴുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ അനുഭവമായി. ആ ഒരു മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം കൂടി നമുക്ക് ലഭിച്ചു. ഒരൊറ്റ വരവ് തന്നെ ഗുരുവായൂരപ്പനും ദേവിയും മമ്മിയൂരപ്പനും അയ്യപ്പനും ഗണപതിയും സരസ്വതിയും ഹനുമാനും മുരുകനും എല്ലാവരും ഉണ്ടേ. ഭൂലോക വൈകുണ്ഠായ ഗുരുവായൂർ വന്നാൽ പിന്നെ ഇനിയിപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്? എവിടെയും പോകണ്ട, ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ദർശനം നമുക്ക് കിട്ടിയിട്ട് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒരിക്കൽ കൂടി നോക്കുക. നമ്മളെ ആ കുസൃതിക്കണ്ണൻ, ആ മുരളീധരൻ, ആ വേണുഗോപാലൻ അവിടെ നിന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കുകയാണ്.
എന്താ തൊഴുത് മതിയായില്ലേ എന്നാണ് ചോദിക്കണതേ. കണ്ടില്ലേ ആ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ എന്നൊക്കെയാണ് ചോദിക്കണത് ചിരിച്ചും കൊണ്ടേ. അപ്പോൾ ആ ചിരി കണ്ടാൽ തന്നെ പോരെ, മനസ്സ് നിറഞ്ഞു പോയി. അങ്ങനെ അവിടെ നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് അത് കഴിഞ്ഞ് നേരെ കൂത്തമ്പലത്തിൽ വരിക, അവിടെ നിന്ന് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അവിടെ വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ നല്ല രസമായിട്ടുണ്ട്. അവിടെ ആ കറുത്ത പട്ടമൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ല ആ ഗോപീതിലകൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂതനാഥനെ കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അതിനുശേഷം പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ പടിഞ്ഞാറ് നടയിൽ വന്ന് ദീപസ്തംഭത്തിനെ വേണുഗോപാലിനെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വരിക. പുറത്തേക്ക് വന്നാലേ അങ്ങനെ വരുമ്പോൾ ആ തെക്കേ നടയിലുള്ള കൂവളത്തറ കാണാം. ആ കൂവളത്തറേനെയും കൂടി ഒന്ന് ചുറ്റി പ്രദക്ഷിണം ചെയ്യാം. കാരണം മഹാദേവൻ്റെ ശക്തി അവിടെ ഉണ്ട്. അപ്പോൾ ആ കൂവളത്തറ ഇപ്പം ഇങ്ങനെ കൂവളങ്ങനെ ചെറിയ ചെറിയ നാമ്പ് വന്നുകൊണ്ടിരിക്കുക. ശിഖരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടേ ഇപ്പോൾ ചെറിയ ചെറിയ തളിരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വൈകുന്നേരം ദീപാരാധനയുടെ ആ നേരത്തെ അവിടെ വിളക്കൊക്കെ കത്തിക്കും. അപ്പോൾ എല്ലാവരും അവിടെ ഒന്ന് തൊഴുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, മമ്മിയൂരപ്പൻ്റെയൊക്കെ അനുഗ്രഹം നമ്മൾക്ക് എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ആ വൈശാഖകാലത്തിലുള്ള അവിടെ വന്ന് ദർശനം കിട്ടുന്നവർക്കും കിട്ടാത്തവർക്കൊക്കെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.